നമസ്കാരം. ഇന്ത്യയുടെ അമൂല്യ നിധി കുംഭമെന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ വിശേഷിപ്പിക്കാനാകും. അടുത്തിടെ ആഴക്കടൽ ഖനന പദ്ധതിയുടെ ഭാഗമായി ആൻഡമാൻ കടലിൽ ഇന്ത്യ വരാഹ് 3 എന്ന സാങ്കേതിക ഉപകരണ സഹായത്താൽ കടലിനടിയിലെ പോളിമെറ്റാലിക് നോഡ്യൂൾ ശേഖരണത്തിനായി നടത്തിയ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കുകയുണ്ടായി. ആഴക്കടൽ ഖനനത്തിന്റെ അനന്ത സാധ്യതകൾ തുറന്നിടുന്ന അക്ഷയഖനിയാണ് ആൻഡമാൻ എന്നുള്ളതിന് ആ വിജയ പരീക്ഷണം അടിവരയിടുന്നു. നിലവിൽ കണക്കാക്കിയ പോളിമെറ്റാലിക് നോഡ്യൂളുകളുടെ കരുതൽ ശേഖരം ഏകദേശം 100 ദശലക്ഷം ടണ്ണാണ്. അതിന്റെ മൂല്യമാകട്ടെ $100 ബില്യൺ വരും. ഈ അമൂല്യ വിഭവം വേർതിരിച്ചെടുക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും ഇന്ത്യ വികസിപ്പിച്ചു വരികയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി അഥവാ NIOT ആണ് അണ്ടർ വാട്ടർ മൈനിംഗ് സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ആഴക്കടൽ ഖനനത്തിന് ഇന്ത്യയുടെ നിർണായക ലോഹങ്ങളുടെ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കാനും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കാനും സാധിക്കും. അതിനാൽ തന്നെ ഈ പദ്ധതി ഏറെ പ്രാധാന്യമർഹിക്കുന്നുമുണ്ട്. ഈ വിധത്തിൽ വൻ നേട്ടം മുൻനിർത്തിയുള്ള സമുദ്രഖനന പദ്ധതി കൂടാതെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ ഇന്ത്യയുടെ തന്ത്രപ്രധാന ആസ്തിയായി വികസിപ്പിക്കാനുള്ള നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തെ ദക്ഷിണ ചൈന കടലുമായി ബന്ധിപ്പിക്കുന്ന ഒരു നിർണായക കപ്പൽ പാതയായ മലാക്ക കടലിടുക്കിന് സമീപമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഏറെ തന്ത്രപ്രധാനമായ പ്രദേശമാണിത്. ബംഗാൾ ഉൾക്കടലിൽ ഈ ദ്വീപിന്റെ സ്ഥാനം സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നിരീക്ഷിക്കുന്നതിനും സുരക്ഷിതമാക്കുന്നതിനുമുള്ള നിർണായക പോയിന്റാണ്. അതിനാൽ തന്നെ ഗുഡ് ഹോപ്പ് മുനമ്പിന് സമീപമുള്ളവ ഉൾപ്പെടെയുള്ള സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രദേശങ്ങളും ദുബായ് പോലുള്ള പ്രധാന തുറമുഖങ്ങളിൽ നിന്നുള്ള കടൽ ഗതാഗതം നിരീക്ഷിക്കാനും ഈ ദ്വീപിന്റെ സ്ഥാനം ഏറെ സഹായകമാണ്. ഇത്തരം പ്രാധാന്യങ്ങളാൽ തന്നെ ആൻഡമാൻ ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിപ്പമുള്ളതും തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതുമായ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിനെ കേന്ദ്രീകരിച്ച് ഒരു ആസൂത്രിത മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ആവിഷ്കരിച്ചു വരികയാണ് കേന്ദ്ര സർക്കാർ. 2021 ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് വികസന പദ്ധതി എന്ന ഈ മെഗാ പ്രൊജക്ടിന് തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായി ഗ്രേറ്റ് നിക്കോബാറിൽ ഒരു വൻ തുറമുഖ നിർമ്മാണം നടന്നു വരികയാണ്. ഇത് ഈ മേഖലയിലെ ഷിപ്പിംഗ് ട്രാഫിക് നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും രാജ്യത്തെ പ്രാപ്തമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രവുമല്ല, നിലവിൽ ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിന്റെ 75% രാജ്യത്തിന് പുറത്തുള്ള തുറമുഖങ്ങളിലൂടെയാണ് നടത്തപ്പെടുന്നത്. പ്രധാനമായും കൊളംബോ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ തുറമുഖങ്ങൾ മുഖാന്തരമാണ് രാജ്യത്തെ ചരക്ക് നീക്കം നടക്കുന്നത് എന്നതിനാൽ തന്നെ ലോജിസ്റ്റിക് ചെലവുകളും യാത്രാ സമയവും ഏറെയാണ്. അതിനാൽ തന്നെ ഗ്രേറ്റ് നിക്കോബാർ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിലൂടെ ഇതുപോലുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തീരും. മാത്രവുമല്ല, ഈ തുറമുഖം മ്യാൻമർ, ബംഗ്ലാദേശ് എന്നീ അയൽ രാജ്യങ്ങളുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാനും സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും ആക്കം കൂട്ടും. അതുവഴി ഈ രാജ്യങ്ങൾ മലാക്ക കടലിടുക്കിനെയും സിംഗപ്പൂർ തുറമുഖത്തെയും ആശ്രയിക്കുന്ന പതിവിനും കുറവ് വരും. അതോടൊപ്പം ശ്രീലങ്ക, തായ്ലൻഡ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള പ്രാദേശിക കണക്ടിവിറ്റിയും സഹകരണവും ശക്തിപ്പെടുകയും ചെയ്യും. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലെ തുറമുഖ പദ്ധതി കൂടാതെ ആൻഡമാനിലെ മറ്റൊരു ദ്വീപായ കാർ നിക്കോബാറിലെ വ്യോമസേന എയർബേസിന്റെ നവീകരണവും രാജ്യം ലക്ഷ്യമിടുന്നുണ്ട്. വലിയ വിമാനങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ എയർ പവർ പ്രൊജക്ഷൻ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമാണ് എയർബേസ് നവീകരണ പ്രവർത്തന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ദ്വീപിന്റെ ഉൾഭാഗത്തെ തുറമുഖവും വിമാനത്താവളവുമായി ബന്ധിപ്പിക്കുന്നതിന് ഒരു പുതിയ റോഡ് ശൃംഖലയും നിർമ്മിച്ചു വരികയാണ്. ഇത് യാത്രാ ആവശ്യങ്ങൾക്കെന്ന പോലെ ചരക്ക് നീക്കത്തിനും ഏറെ സഹായകമാണ്. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലെ വികസന പദ്ധതികൾ വൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഈ മേഖലയിലെ സാമ്പത്തിക വളർച്ച ഉത്തേജിപ്പിക്കുമെന്നുമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായും മറ്റു പ്രദേശങ്ങളുമായും വ്യാപാരവും വാണിജ്യവും വർദ്ധിപ്പിക്കുന്നതിന് പുതുതായി നിർമ്മിക്കപ്പെടുന്ന തുറമുഖവും വിമാനത്താവളവും രാജ്യത്തെ പ്രാപ്തമാക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ വികസനത്തെ തുടർന്ന് ഈ മേഖലയിൽ ഇന്ത്യയുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കും. അങ്ങനെ സുരക്ഷാ ഭീഷണികളോട് കൂടുതൽ ഫലപ്രദമായി പ്രതികരിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തന്ത്രപ്രധാനമായ സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവിക സാന്നിധ്യം പരീക്ഷിക്കാനും പ്രതിരോധിക്കാനും ഇന്ത്യക്ക് ഗുണകരമായി തീരും. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഭാഗമായാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ വികസനം സാധ്യമാക്കുന്നത്. ഇത്തരം വികസന പദ്ധതികൾ നടക്കുമ്പോൾ തന്നെ പാരിസ്ഥിതിക ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്തുകയും വേണം. കാരണം ഈ പ്രദേശം അതുല്യവും ദുർബലവുമായ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തു നിന്നും ഏകദേശം 1200 കിലോമീറ്റർ അകലെയായി ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന് ആ പേര് വന്നത് ഹൻദുമാൻ എന്ന മലയ വാക്കിൽ നിന്നുമാണ്. ഹൻദുമാൻ എന്നാൽ മലയ ഭാഷയിൽ ഹനുമാൻ എന്നാണ്. പുരാതന കാലം മുതലേ ഇവിടെ താമസിച്ചിരുന്ന ആദിവാസികളിൽ നിന്നാണ് നിക്കോബാർ എന്ന പേര് ലഭിച്ചത്.
ആ വാക്കിനർത്ഥം നഗ്നരുടെ നാട് എന്നാണ്. സിലപ്പതികാരം എന്ന ഇതിഹാസ ഗ്രന്ഥത്തിൽ ഉൾപ്പെടെ പ്രാചീന തമിഴ് സാഹിത്യത്തിൽ ഈ ദ്വീപിനെ നക്കവാരം എന്നാണ് പരാമർശിച്ചിരിക്കുന്നതെന്ന് തമിഴ് ചരിത്രകാരൻ ഡോക്ടർ ആർ നാഗസ്വാമി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് കാലാപാനി എന്നും ഈ നാട് അറിയപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ഇന്ത്യക്കാരെ തടവിൽ പാർപ്പിക്കുവാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇങ്ങനെ തടവിൽ പാർപ്പിച്ച തടവുകാരുടെ ചോര വീണു കറുത്തതിനാലാണത്രേ കാലാപാനി എന്ന പേര് ഈ നാടിന് ലഭിച്ചത്. ഇന്നിവിടെ പരമ്പരാഗത ആദിവാസി സമൂഹങ്ങളെ കൂടാതെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ താമസിക്കുന്നുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമ്പന്നവും വൈവിധ്യപൂർണവുമായ ചരിത്രമുണ്ട്. ഏകദേശം 20,000 വർഷങ്ങൾക്ക് മുൻപ് പാലിയോലിത്തിക് കാലഘട്ടത്തിൽ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. സെന്റിനലീസ്, ജരാവ, നിക്കോബറീസ് എന്നിവയുൾപ്പെടെയുള്ള ദ്വീപുകളിലെ തദ്ദേശീയ ഗോത്രങ്ങൾ നൂറ്റാണ്ടുകളായി ഇന്നും ഒറ്റപ്പെട്ട നിലയിലാണ് കഴിയുന്നത്. ദക്ഷിണേഷ്യയിലെ ശക്തവും സ്വാധീനവുമുള്ള സാമ്രാജ്യമായ ചോള രാജവംശത്തിന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമായി കാര്യമായ ബന്ധമുണ്ടായിരുന്നു. 11ാം നൂറ്റാണ്ടിൽ ചോളന്മാർ ഈ ദ്വീപപ്രദേശങ്ങളുമായി വ്യാപാര സാംസ്കാരിക ബന്ധം സ്ഥാപിച്ചു. ചോളർ വിദഗ്ധരായ നാവികരും വ്യാപാരികളുമായിരുന്നു. അവരുടെ സമുദ്ര വ്യാപാര ശൃംഖല ഇന്നത്തെ ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ് എന്നിവയുൾപ്പെടെ തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് വ്യാപിച്ചു. മലാക്ക കടലിടുക്കിന് സമീപം തന്ത്രപ്രധാന സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അതിനാൽ തന്നെ ചോള വ്യാപാരികൾക്കും നാവികർക്കും ഒരു പ്രധാന ഇടത്താവളമായിരുന്നു. ദ്വീപുകളിലെ തദ്ദേശീയ ഗോത്രങ്ങളുമായി സാംസ്കാരികവും മതപരവുമായ കൈമാറ്റങ്ങളും ചോളന്മാർ നടത്തി. ദ്വീപുകളുടെ വാസ്തുവിദ്യയിലും കലയിലും പാരമ്പര്യത്തിലും ഹിന്ദു ബുദ്ധമത സ്വാധീനങ്ങൾ ഇപ്പോഴും പ്രകടമാണ്. ചോള രാജവംശത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ മറാത്തകൾ, ബ്രിട്ടീഷുകാർ, ജാപ്പനീസ് എന്നിവരുൾപ്പെടെയുള്ള മറ്റ് വിവിധ സാമ്രാജ്യങ്ങളുടെയും കൊളോണിയൽ ശക്തികളുടെയും സ്വാധീനത്തിലായിരുന്നു. പിന്നീട് 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഈ ദ്വീപസമൂഹം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി തീരുകയായിരുന്നു. വൈവിധ്യമാർന്ന ജനസംഖ്യയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവുമുള്ള ഈ ദ്വീപുകൾ ഇന്ന് ഇന്ത്യയുടെ സുപ്രധാന കേന്ദ്രഭരണ പ്രദേശമാണ്. ഈ ദ്വീപസമൂഹത്തിന്റെ തന്ത്രപ്രധാന സ്ഥാനവും അതുല്യ ആസ്തിയും വിനിയോഗപ്പെടുത്തുന്നതിനുള്ള നിർണായക വികസന പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ ആരംഭം കുറിച്ചിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.